നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പറക്കലിനിടയിൽ വിമാനങ്ങൾ തമ്മിൽ അകലം പാലിക്കുന്നതിനും കൂട്ടിയിടിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് സന്ദേശം നൽകുന്നതുമായ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ഖത്തർ എയർവേസിന്റെ തിരുവനന്തപുരം ദോഹ വിമാനം യാത്ര റദ്ദാക്കി. ശനിയാഴ്ച പുലർച്ചെ 3:50-ന് 148 യാത്രക്കാരുമായി പുറപ്പെട്ട ഖത്തർ എയർവേസിന്റെ വിമാനത്തിലെ ഈ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് തിരുവനന്തപുരം ദോഹ വിമാനയാത്ര റദ്ദാക്കേണ്ട സാഹചര്യം വന്നു ചേർന്നത്. ദോഹയിൽ നിന്ന് മറ്റൊരു യാത്രാ വിമാനത്തിൽ ഈ ഉപകരണം എത്തിക്കും. തുടർന്ന് ഇതേ വിമാനത്തിൽ യാത്രക്കാരെ ദോഹയിലേക്ക് എത്തിക്കുമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. വളരെയധികം ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾ ചില ഘട്ടങ്ങളിൽ നേർക്കുനേർ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി വിമാനത്തിന്റെ കോക്പിറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ക്രീൻ ഉൾപ്പെട്ട ട്രാഫിക് കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം എന്ന ഉപകരണമാണ് തകരാറിലായത്. വിമാനം പാർക്കിംഗ് ബേയിൽ നിന്ന് റൺവേയിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഉപകരണം കേടായെന്ന് തിരിച്ചറിഞ്ഞത്. ഇത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഉപകരണം കേടായതിന്റെ സൂചന കോക്പിറ്റിൽ ലഭിച്ചത് നിർണായകമായി. തുടർന്ന് കൃത്യമായ സമയത്ത് തന്നെ പൈലറ്റ് ഇതിൽ ഇടപെടുകയും ചെയ്തു. വിമാനം പോകുന്നതിന് തടസ്സമുണ്ടെന്നും തിരികെ ബേയിലേക്ക് മാറ്റണമെന്നും പൈലറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ATCയും വിമാന കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്കും അറിയിപ്പ് നൽകുകയും ചെയ്തു. തകരാർ പരിഹരിക്കാൻ വൈകുമെന്നും മനസ്സിലാക്കി. ഇതേ തുടർന്നാണ് വിമാനയാത്ര തന്നെ റദ്ദാക്കിയത്. ഇതോടെ യാത്രക്കാരെ ഹോട്ടലിലേക്കും കുറച്ചുപേരെ വീടുകളിലേക്കും മടക്കി അയക്കേണ്ട സാഹചര്യവും ഉണ്ടായി. നൂറുകണക്കിന് വിമാനങ്ങൾ നെടുകയും കുറുകയും സഞ്ചരിക്കേണ്ട വ്യോമപാതകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നത് എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനമാണ്. വിമാനങ്ങൾ അതത് പ്രദേശങ്ങളുടെ ചുമതലയുള്ള ATCയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നീങ്ങുക. ഇതിന് പുറമേയുള്ള സുരക്ഷാ സംവിധാനമാണ് ട്രാഫിക് കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം. ATC സിഗ്നലുകളിൽ നിന്ന് സ്വതന്ത്രമായ സംവിധാനമാണിത്. വിമാനത്തിനുള്ളിലെ ട്രാൻസ്പോണ്ടറുകൾ ആകാശ പരിധിയിലുള്ള മറ്റ് ട്രാൻസ്പോണ്ടറുകളുമായി സമ്പർക്കം പുലർത്തി അപകടം ഒഴിവാക്കും. നേർക്കുനേർ വരുന്ന വിമാനങ്ങളുടെ ട്രാൻസ്പോണ്ടറുകൾ അപായത്തെക്കുറിച്ച് മാത്രമല്ല അവ ഒഴിവാക്കേണ്ടതിനെ പറ്റിയും പൈലറ്റിന് നിർദ്ദേശം നൽകും. ഈ ഉപകരണം പല ദുരന്തങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം നേരത്തെ എയർ ഇന്ത്യയുടെയും നേപ്പാൾ എയർലൈൻസിന്റെയും വിമാനങ്ങൾ കൂട്ടിയിടിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. കാഠ്മണ്ഡുവിൽ നിന്ന് മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് പോവുകയായിരുന്ന നേപ്പാൾ എയർലൈൻസിന്റെ A320 എയർബസ് വിമാനവും ന്യൂഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ വിമാനവുമാണ് അപകടകരമാം വിധം നേർക്കുനേർ പറന്നത്. എയർ ഇന്ത്യയുടെ വിമാനം 19,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും നേപ്പാൾ എയർലൈൻസ് വിമാനം 15,000 അടി ഉയരത്തിൽ പറക്കുകയുമായിരുന്നു. ഇരു വിമാനങ്ങളും അടുത്തടുത്താണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നേപ്പാൾ എയർലൈൻസ് വിമാനം 7,000 അടി ഉയരത്തിലേക്ക് തിരിച്ചിറക്കിയാണ് കൂട്ടയിടി ഒഴിവാക്കിയത്. വിമാനങ്ങൾ കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള തരത്തിൽ വ്യോമഗതാഗതം നിയന്ത്രിച്ചതിന് എയർ ട്രാഫിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.